രാവിലത്തെ പക്ഷി നിരീക്ഷണമൊക്കെ ഒരു സൈഡാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് സുഭദ്രാമ്മയുടെ തോട്ടിക്കോല് കണ്ടത് കേട്ടോ. സുഭദ്രാമ്മ ഹിൽസും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് കേട്ടോ. ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് വരും. അവർ എനിക്ക് തോന്നുന്നു സുഭദ്രാമ്മയുടെയൊക്കെ കല്യാണത്തിന് മുന്നേ അമ്മയ്ക്ക് സുഭദ്രാമ്മനെ അറിയാം. അപ്പോൾ തൊട്ടുള്ള കമ്പനിയാണ്. ഒരു കാലത്ത് ഈ നാട്ടിലെ ഫേമസ് തയ്യൽക്കാരത്തിയായ എൻ്റെ അമ്മ അന്നത്തെ സുഭദ്രാമ്മയുടെ കോസ്റ്റ്യൂം ഡിസൈനറും കൂടി ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് സുഭദ്രാമ്മ നൈറ്റിയൊക്കെ ഇടാൻ തുടങ്ങിയത്. അതിന് മുമ്പ് സാരിയായിരുന്നു. അതിന് വളരെ മുമ്പ് മുണ്ടും വലിയ ബ്ലൗസൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. ഇത് വലിയച്ഛൻ്റെ വീടാണ് കേട്ടോ. കളർഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കുക എന്നുള്ളത് ഒരു അട്രാക്റ്റീവ് തിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ രാവിലെ കളിയാക്കുക രണ്ടിനും ഒരു പണിയില്ലാഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. രണ്ടിലും ആർക്കെങ്കിലും വയ്യായിക വന്നാലോ അല്ലെങ്കിൽ സമയമുണ്ടെങ്കിലോ പരസ്പരം അങ്ങോട്ട് സഹായിക്കും. അതിപ്പോൾ സമയമില്ലെങ്കിലും ഉണ്ടാക്കി സഹായിക്കും. അതവരുടെ ഇല്ലായ്മ സമയത്ത് 2 പേർക്കും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു കിടപ്പ്.